എടാ ഡാഷ് മോനെ, അത്ര നിനക്ക് ഡാഷാണെങ്കിൽ പോയി വല്ലോ മുള്ളുമുരിക്കലും കയറാ. നമ്മുടെ ചേച്ചിമാരും സഹോദരിമാരും ഒക്കെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആണുങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരിക്കും ഇത്, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തു പോയിട്ടുണ്ടാവും. ആ കേസിലെ പ്രതിയാണ് ഈ നിൽക്കുന്നത്. ഇത് കണ്ടോ, ശരിക്കും ഇവൻ ആ വാചകത്തിന് അർഹം തന്നെയാണ്. മുള്ളുമുരിക്ക, ഇതാണ് മുള്ളുമുരിക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ മുള്ളിങ്ങനെ കൂർത്ത് നിൽക്കും. സോറി, മുള്ളുമുരിക്കല്ല, ഇത് മുള്ളുവേങ്ങയാണ്. മുള്ളുമുരിക്ക് വേറെയാണ്. മുള്ളുമുരിക്ക് ഇച്ചിരിയും കൂടെ ചെറിയ മുള്ളാണ്. ഇത് മുള്ളുവേങ്ങയെന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പണ്ടേ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിണറുകളൊക്കെ ഇന്നാണ് ചെമ്പും അതുപോലെ കൊട്ടയും പൂക്കൊട്ടയും അതുപോലെ അങ്ങനെ പലവിധ രൂപങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഈ കിണറുകൾ മനുഷ്യനുണ്ടാക്കുന്നത്. പണ്ടേ കാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ വീടിൻ്റെ മുറ്റങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന കിണറുകൾക്ക് വട്ടവും കാണിയില്ല, ചുറ്റും കാണിയില്ല, കപ്പിയും കാണുകയില്ല, കൊളുത്തും കാണിയില്ല, ഒന്നും കാണില്ല. ആകെ ഒരു കിണറെന്ന് പറയുന്ന ഒരു അവസ്ഥയെ കാണുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കിണറുകൾക്ക് പാലത്തടി ഇടുക എന്ന് പറയും. അതിൽ ചവിട്ടിയാണ് വെള്ളം കോരുന്നത്. അപ്പോൾ ആ വെള്ളം കോരാൻ വേണ്ടി കിണറിൻ്റെ വക്കിലിങ്ങനെ കൽക്കെട്ടുണ്ടാകും. ആ കൽക്കെട്ടിൽ പാലത്തടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തടിയായിരുന്നു ഇത്. ഇതിൻ്റെ പ്രത്യേകത വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തടിയാണിത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് എത്ര നാൾ വെള്ളം കോരിയാലും എത്ര ചവിട്ടിയാലും ഒന്നും പോവുകയില്ല, അങ്ങ് കുശുത്തു പോകത്തില്ല. അതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. 1. 2, ഇതിൻ്റെ ഈ മുള്ളിങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അന്നേ കാലങ്ങളിലൊന്നും മനുഷ്യനും ചെരുപ്പൊന്നും ഇല്ലായിരുന്നു. ചെരുപ്പുണ്ടെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലണം. ചെരുപ്പൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായതുള്ളൂ. ഒരു 10-70 വർഷം മുമ്പൊന്നും കാലുകാരന് പോലും ചെരുപ്പില്ലായിരുന്നു, ചുമ്മാ നടക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്തിൽ നമ്മുടെ അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെ കിണറിന് പോയി കിണറിൻ്റെ വക്കിലിങ്ങനെ ചവിട്ടി വെള്ളം കോരുമ്പോൾ കാല് തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഇട്ടിരുന്നതാണ് ഈ പാലത്തടി. അതുപോലെ ഇതിലിങ്ങനെ മുള്ളുണ്ടായിരുന്നതുകൊണ്ട് ഈ മുള്ള് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് പോയിട്ട് ചെറിയ മുഴകൾ പോലെ ഗ്രിപ്പുണ്ടാവും. അപ്പോൾ ആ ഗ്രിപ്പുള്ളത് കൊണ്ട് നമുക്ക് പാലത്തടിയിൽ കാല് ചവിട്ടുമ്പോൾ കാല് പെട്ടെന്ന് തെന്നി കിണറിനകത്തേക്ക് പോയി അപകടം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു വില്ലൻ പരിവേഷം നേരത്തെ മലയാളി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉപകാരിയും കൂടെയാണ്. അപ്പോൾ ആ ഒരു വില്ലൻ കഥാപാത്രമാണ് നമ്മുടെ മുമ്പിൽ ഈ നിൽക്കുന്ന മുള്ളുവേങ്ങ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സസ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വേറെ അറിവുകൾ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ചിരട്ടയ്ക്ക് നല്ല വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ചിരട്ട ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 1 വർഷം ആകാറാവുകയാണ്. അപ്പോൾ അന്ന് തൊട്ടുള്ള ചിരട്ടകൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുറേ തവണ ആക്രിക്കാർ വന്നു, പക്ഷേ ഞാൻ കൊടുത്തില്ല. ഇനി വരുമ്പോൾ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വില എന്താണ്, ഉപയോഗം എന്താണെന്നും കൂടി ഒന്ന് ചോദിച്ചറിയണം. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമെങ്കിൽ അതും കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചിരട്ട ഇപ്പോൾ ധാരാളം ആക്രിക്കാർ വന്നിത് വിലയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മുടെ അടുക്കളയോട് ചേർന്ന് തന്നെ കുഴിച്ച് വെച്ചൊരു മാവാണിത്. കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടംപടി മാമ്പഴം ഉണ്ടായതായിരുന്നു. വീട്ടിൽ മാമ്പഴം കൊണ്ട് പലതരം ജ്യൂസൊക്കെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഈ വർഷം ഒരുപാട് കായ ഉണ്ടായി. മാങ്ങായ ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ, കണ്ണിമാങ്ങ ആയിട്ടുണ്ടായിരുന്നു. എല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പം കുറേ പഴങ്ങൾ നിൽപ്പുണ്ട്. ഇത് കാക്ക കണ്ടോ കരയുന്നത് കേട്ടോ. ഈ കാക്കകളും പക്ഷികളും കുയിലും അതുപോലെ തന്നെ അറയ്ക്കാപ്പക്ഷി, പൂത്താങ്കീരി, അങ്ങനെയുള്ള അട്ടതീനി പക്ഷി, ഇങ്ങനെ കുറേ പക്ഷിവർഗ്ഗങ്ങളുണ്ട്. രാവിലെ ഇതുങ്ങളെല്ലാം വന്ന് കുത്തിപ്പറിച്ച് താഴോട്ടിടുക. ഒരൊറ്റ എണ്ണം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കുഴിച്ചു വെച്ച മാമ്പഴം കൊണ്ട് ഇപ്പോൾ ഉപകാരമായത് പക്ഷികൾക്കാണ്. എന്തായാലും അവർ മാമ്പഴം ധാരാളം കഴിക്കുന്നുണ്ട്. ഫ്ലാറ്റിലായിരിക്കുമ്പോൾ നമുക്ക് കുറേ പ്ലാന്റുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഇൻഡോർ പ്ലാന്റ് ഉണ്ടായിരുന്നു, ഔട്ട്ഡോർ പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റുകളെല്ലാം ഞങ്ങളിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മുറ്റത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിറച്ച് വെച്ചിരിക്കുക. വളമെല്ലാം ഇട്ട് ജൈവവളവും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുക. എല്ലാവരും ഒറ്റ മഴ, ഇന്നലെ ഒരു മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഉന്മേഷമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു 10 വാഴ ഞാൻ മേടിച്ചിരുന്നു. അതിലൊരു വാഴയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റുകളെല്ലാം ഒന്ന് നാമ്പിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ ഇത്തരം പ്ലാന്റുകളൊക്കെ ഉണ്ടോ, അവയുടെ കളക്ഷനും പേരുകളൊക്കെ ഒന്ന് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ 2 മാസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിനകത്ത് നമ്മളെങ്ങനെയാണ് മഞ്ഞൾ ഉണങ്ങിയെടുക്കുന്നത്, അത് സ്വാഭാവികമായിട്ട് പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് കൂട്ടുകാർ അതൊന്ന് പോയി കണ്ടാൽ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നേരെ കയറി കാണുക. അപ്പോൾ അന്ന് പലർക്കും ഡൗട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ മഞ്ഞളിൻ്റെ തൊലിയൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇപ്പോൾ കണ്ടോ, ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പോയി. തന്നെ എല്ലാവരും മഞ്ഞൾ അങ്ങനെ തൊലി കളയുകയില്ല. കാരണം അത് തൊലി എടുക്കാൻ പോയാൽ നമ്മുടെ കയ്യെല്ലാം മഞ്ഞ നിറം പറ്റും. അത് പിന്നെ ഒരാഴ്ച കൊണ്ടേ പോകുള്ളൂ. അത് കളയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് ഇഞ്ചിയുടെയൊക്കെ തൊലി നമുക്ക് കളയാൻ പറ്റും. മഞ്ഞളിൻ്റെ തൊലി ആരും കളയുകയില്ല. അതൊക്കെ കളയുന്നവരുണ്ടാവും. ആഗോള പ്രക്ഷുബ്ധ കുക്കിങ്ങുകാരൊക്കെ കളയുമായിരിക്കും. നമുക്കത് കളയേണ്ട ആവശ്യമില്ല. പണ്ടൊന്നും മഞ്ഞളിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്നുമല്ല ആരും കുക്കിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അതിൻ്റെ പൊടിയെല്ലാം നമുക്കിവിടെ വീണ് കിട്ടും. ഇത് എന്താണെന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെ എടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പണ്ടേ കാലങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പം മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് മിക്സിയിലേക്ക് വെച്ച് പൊടിച്ചെടുക്കുക. പണ്ടേ കാലങ്ങളിൽ മഞ്ഞൾ ഇങ്ങനെ ഉണങ്ങി പാളയ്ക്കകത്തും മറ്റുമൊക്കെ കെട്ടി ഈ നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി എന്നൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ടേ കാലങ്ങളിൽ ആരും തന്നെ കാശുള്ളവരൊന്നും ഇല്ലായിരുന്നു. ഒരു 70 വർഷം 80 വർഷം മുമ്പൊന്നും പൂത്ത കാശുള്ള മനുഷ്യനൊന്നും കേരളക്കരയില്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ പാളകളിലും ചട്ടികളിലും കലങ്ങളിലും ഒക്കെയായിരുന്നു വീടിൻ്റെ ചേരുണ്ട് വിറകുണങ്ങാൻ വെക്കുന്നത്. ആ ചേരിലിങ്ങനെ തൂക്കിയിട്ടേക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഇതുപോലെ ഓരോ പീസുകളെടുത്ത് അരകല്ലേ വെച്ച് ബാക്കി അരപ്പുകളുടെ എല്ലാം കൂടെ വെച്ച് അരച്ചെടുക്കും. അപ്പോൾ ചിലത് ചവച്ചെടുക്കും, ചിലത് അരച്ചെടുക്കും, ചിലത് വെണ്ണ പോലെ അരയ്ക്കും. അങ്ങനെ പല രീതിയിൽ കറികൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആ മഞ്ഞളിൻ്റെ രുചിയും മണവും ഗുണമൊന്നും ആ കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇപ്പം മഞ്ഞളെന്ന് പറഞ്ഞ്
സൂപ്പർ മാളുകളിലും സൂപ്പർ സ്റ്റോറുകളിലും ഒക്കെ പോയി ലൈൻ നിന്ന് മേടിക്കുന്ന മഞ്ഞളിനകത്ത് എന്താ ചേർക്കുന്നതെന്ന് അതും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മഞ്ഞൾ കുവ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് കാട്ടിലൊക്കെ വളരുന്ന ഒരു ഐറ്റം. അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊന്നുമല്ല. ഇതിനൊക്കെ ഒരു ഇച്ചിരി കൂടി വടക്ക് ചൊവയാണ്. അപ്പോൾ അത് വ്യാപകമായിട്ട് ഈ മഞ്ഞൾപ്പൊടിക്കകത്ത് ഇപ്പോൾ ചേർത്താണ് മലയാളികൾ കഴിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇന്ന് നമ്മൾ കറക്കി നോക്കിയിട്ടുണ്ട്. കുറച്ചേ ഇട്ടിട്ടുള്ള ആദ്യത്തെ റൗണ്ട് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല മഞ്ഞളിൻ്റെ സുഗന്ധമാണ് അടപ്പ് തുറന്നപ്പോഴേ വരുന്നത്. ഇതാണ് സ്വാഭാവികമായിട്ടുള്ള മഞ്ഞൾ എങ്ങനെയാണ് പറിച്ച് ഉണക്കി പൊടിച്ച് കറികൾക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കൂട്ടുകാരുടെ മുമ്പിൽ ലൈഫ് ടോൺ യൂട്യൂബ് ചാനൽ വഴി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് മഞ്ഞൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് എന്നുള്ള അറിവ് കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നമുക്ക് അരിച്ചെടുത്താൽ മതി. അരിപ്പയ്ക്കകത്തേക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കതിനകത്ത് നല്ല ഫിൽറ്ററായിട്ടുള്ള പൊടിയായിട്ട് കിട്ടും. ഈ പൊടിയായിട്ടുള്ള ഇങ്ങനെ തരിയായിട്ട് വേണമെന്നാണെങ്കിൽ അത് അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് എത്ര കാലം വേണമെങ്കിലും എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. മറ്റ് പലവിധ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ മഞ്ഞൾ ഉപയോഗിക്കാനും പറ്റും. മഞ്ഞളൊരു ആരോഗ്യ സംരക്ഷണ സംഗതിയാണ്. ഒപ്പം സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മലയാളികൾ കാലാകാലങ്ങളിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടെത്താം. ഇപ്പോൾ